ഗവർണർ സർവകലാശാലകളുടെ സർവാധിപനാണ്. അതറിയാത്തവരല്ല കേരളം ഭരിക്കുന്നത്. എന്നാൽ CPM വിദ്യാർത്ഥി സംഘടനയ്ക്ക് അറിയുമോ എന്തോ. അറിയാമായിരുന്നുവെങ്കിൽ അത്തരം ആക്രോശം നടത്തുമോ? ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല, കയറിയാൽ തീർത്തു കളയും എന്നതായിരുന്നു ഭീഷണി. അത് കേട്ടിട്ടാകണം അതൊന്ന് കാണണമല്ലോ എന്ന മട്ടിൽ ഗവർണറും. കോഴിക്കോട് സർവകലാശാലയിലായിരുന്നു ആദ്യം ചെന്നത്. ഗവർണർ എത്തുന്നതിന് 2 മണിക്കൂർ മുൻപ് ഏതാനും പേർ മുദ്രാവാക്യം ബാനറുമായി ചെന്നു. പോലീസ് നല്ല സൗഹൃദത്തിൽ അവരെയൊക്കെ നീക്കി. സൗഹൃദത്തിലാണെങ്കിലും പോലീസിനെ കണ്ടാൽ ചൊറിച്ചിൽ വരുന്നവരല്ലേ ഞങ്ങളെ തൊടാൻ വരേണ്ടെന്ന ഭീഷണി. പിന്നെ ഒരു ഉപദേശവും, ഗവർണറുടെ ചന്തി കഴുകി കൊടുക്കൂ. ഏതായാലും ഗവർണർ കോഴിക്കോട് എത്തും മുൻപ് പിള്ളേരുടെ ശല്യം ഒഴിവായി, അല്ലെങ്കിൽ ഒഴിവാക്കി. പിറ്റേ ദിവസം സർവകലാശാലയിൽ നിന്നും ഗവർണർ ഇറങ്ങിയപ്പോഴും തിരിച്ചെത്തിയപ്പോഴും പിള്ളേരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അന്ന് ചെത്താനും പിടിക്കാനുമൊന്നും ചെന്നില്ല. കാരണം എന്താണെന്നല്ലേ? പാണക്കാട്ടെ തങ്ങളുടെ മകൻ്റെ കല്യാണമായിരുന്നു. അതിനായി പോകാനും തിരിച്ചു വരാനും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നല്ല മര്യാദക്കാരായ വിദ്യാർത്ഥികൾ. ആ മര്യാദ എന്തേ തിരുവനന്തപുരത്ത് കണ്ടില്ല? അതാരും ചോദിച്ചേക്കരുത്. ദന്തൽ കോളേജിലേക്ക് പോകുന്ന വഴിക്കെല്ലാം കരിങ്കൊടിയും പിടിച്ച സഖാക്കൾ. അന്ന് സ്വകാര്യ പരിപാടിയായിരുന്നില്ലേ? പക്ഷേ കല്യാണം പോലെയല്ലല്ലോ പല്ല് കാണിക്കൽ. ലീഗ് നേതാവിൻ്റെ മകൻ്റെ കല്യാണത്തിനെത്തുമ്പോൾ അലങ്കോലമാകുന്നതിൻ്റെ അലോസരം CPM നേതാക്കൾ തിരിച്ചറിഞ്ഞു. പിള്ളേരെയും അതറിയിച്ചിരിക്കണമല്ലോ. ഗവർണർ കാവ്യവൽക്കരിക്കുന്നു എന്നാണ് ആക്ഷേപം. കാവ്യവൽക്കരിക്കാൻ ഗവർണറുടെ സഹായം BJP ആവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഭാരതത്തിൻ്റെ ഭൂപടമെടുത്താൽ സിംഹഭാഗവും കാവ്യാണ്. അത് ഏതെങ്കിലും ഗവർണർ ഉണ്ടാക്കിയതല്ല. കേരളത്തേക്കാൾ കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നതല്ലേ പശ്ചിമ ബംഗാൾ? അവിടെ 35 വർഷം തുടർച്ചയായി ഭരിച്ചതല്ലേ? അവിടെ തരി പോലുമില്ല നിയമസഭയിൽ CPMന്. അതുപോലെയല്ലേ ത്രിപുര? അവിടുത്തെ സ്ഥിതിയും അതുതന്നെയല്ലേ? ഏതെങ്കിലും ഗവർണർമാരുടെ എന്തെങ്കിലും കഴിവോ കരുത്തോ അതിനുണ്ടോ? ഇവിടെ ക്രിമിനലുകളെ ഉപയോഗിച്ച് CPM കാണിക്കുന്നത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിയിലാണ്. ഇവിടുത്തെ എല്ലാ മന്ത്രിമാർക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും ഇത്തരം അനാവശ്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊന്നും ശരിയായ നടപടിയല്ല. ഭീഷണിയും കയ്യൂക്കും കായ്ബലവും കൊണ്ട് രാജ്ഭവനെ ഭീഷണിപ്പെടുത്താം എന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല. സെനറ്റിൽ നാമനിർദ്ദേശം ചെയ്തതല്ലേ ഗവർണർ ചെയ്ത കുറ്റം? ഇപ്പോൾ ഒരു സെനറ്റിൻ്റെ നിയമനം മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇനി എല്ലാ സെനറ്റിലും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു വരും. നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കും. സ്വയംഭരണം കൊണ്ടുവരും. അവിടെ BJP ഇല്ല, RSS ഇല്ല, ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ഇടപെടലുമില്ല. AKG സെൻറ്ററിൽ നിന്നും കത്ത് കൊടുത്തയക്കുന്നത് പോലെ മാരാർജി ഭവനിൽ നിന്ന് ആ സ്വഭാവമില്ല. മാരാർജി ഭവനിൽ നിന്നോ മാധവ നിവാസിൽ നിന്നോ ആർക്കും കത്ത് കൊടുക്കുന്ന സ്വഭാവമില്ല. സർവകലാശാലകളുടെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് നടപ്പിലാവുന്നതും. ഈ ഗവർണറെ ഉടനെ മാറ്റണം, തിരിച്ചു വിളിക്കണമെന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഗവർണർ 5 കൊല്ലം കൂടി കേരളത്തിൽ വേണമെന്നാണ് BJPക്കാർ ആഗ്രഹിക്കുന്നത്. ഒരു 5 കൊല്ലം കൂടി കേരളത്തിലിരുന്നാൽ നിങ്ങളൊക്കെ ആപ്പീസ് പൂട്ടിപ്പോകേണ്ടി വരും. ഇത്രയും കാലം വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞ് കൊള്ളയടിച്ച് സർവകലാശാലകളെ മുഴുവൻ പാർട്ടി ആപ്പീസുകളാക്കി നടത്തിയ പരിശ്രമം ഇനി വിജയിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്.